ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അല്ലെ, നമ്മൾ ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സെക്ടറിലെ ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കുന്നുണ്ട് എന്താണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു 2024 തന്നെ നോട്ടിഫിക്കേഷൻ വരും, എക്സാംസുകളും നടക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മളെ മുന്നിൽ വലിയൊരു ചാൻസ് ആണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് അല്ലെ, RRB ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഏതായാലും നമുക്ക് ഒരുപാട് വേക്കൻസികളുമായിട്ട് വരുന്ന ഒരു എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ടെക്നിക്കൽ സെക്ടറിൽ ജോലി നോക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് RRB ജൂനിയർ എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ ഈ RRB ജൂനിയർ എഞ്ചിനീയർ പഠിച്ച് ഒരുപാട് ആളുകൾ ഇപ്പൊ RRB ജെയ്ക്ക് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പഠിച്ചു തുടങ്ങിയവരൊക്കെ ഒരുപാട് ഡൗട്ടുകൾ, കാര്യങ്ങൾ നമ്മളെ യൂട്യൂബ് വീഡിയോകളുടെ താഴെ കമന്റ് ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുപോലെ പേഴ്സണലും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ. കാരണം 2019 അവസാനമായിട്ട് എക്സാം നടന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം 4 ബാച്ചോളം അല്ലെ, 4-5 ബാച്ചോളം ബിടെക്കുകാരും അതുപോലെ തന്നെ ഡിപ്ലോമക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ ആളുകൾക്കൊന്നും വലിയൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയാണ് എക്സാം, ഏത് രീതിയിലാണ് പാറ്റേൺ, എങ്ങനെയാണ് ഇതിന്റെ വാക്കൻസികൾ ഏകദേശം എത്രത്തോളം ഉണ്ടാവാറുണ്ട്, സിലബസ് എങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ, ചെറിയൊരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കട്ട് ഓഫ് ആണെങ്കിലും സിലബസ് ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് അറിയാനുള്ള എന്നുള്ള ഒരു ഉദ്ദേശത്തിലുള്ള ഒരു ബ്രീഫ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് സോൺ വൈസ് കട്ട് ഓഫ് എങ്ങനെയാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്, അതുപോലെ സിലബസിൽ തന്നെ എങ്ങനെയാണ് വെയിറ്റേജുകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ടെക്നിക്കലൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ സിവിലും ഇലക്ട്രിക്കലൊക്കെ ആകുമ്പോൾ 100 മാർക്ക് നമുക്ക് CBT 2 ടെക്നിക്കൽ വരുന്നത്. ഈ ടെക്നിക്കൽ തന്നെ പല സബ്ജക്റ്റുകൾക്കും പല വെയിറ്റേജുകൾ. അപ്പോൾ ആ രീതിയിൽ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അടുത്തടുത്ത വീഡിയോകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജൂനിയർ എഞ്ചിനീയറിന് RRB ജൂനിയർ എഞ്ചിനീയർ നല്ലൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് നല്ലൊരു സാലറിയിൽ അറൌണ്ട് 60, ഇപ്പോൾ 55 അല്ലെങ്കിൽ 60,000 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് 60,000 അറൌണ്ട് ആണ് അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി. അതായത് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. നമുക്കൊക്കെ പ്രൗഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ ഈ പറയുന്ന ഒരു ഹൈ സാലറിയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെ, അത് വലിയൊരു സ്വപ്നമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരാൻ ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം റെയിൽവേ ജൂനിയർ എഞ്ചിനീയറിന്റെ ഇപ്പോൾ ലാസ്റ്റ് 2019 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 2-3 മാസം കൊണ്ട് ഫസ്റ്റ് CBT എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് സെക്കൻഡ് CBT ഒരു വിത്തിൻ 2.5 മന്തിൽ തന്നെ സെക്കൻഡ് CBTയും വരും. അപ്പൊ നമുക്കറിയാം നമ്മൾ ടെക്നിക്കൽ ഇപ്പോൾ ഒരു സബ് എഞ്ചിനീയറിൽ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള PSCയുടെ നമുക്ക് പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഒരു 6 മാസം നല്ല വൃത്തിയിൽ നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് റിവിഷനും മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നെ നമുക്ക് ഏകദേശം എന്ത് വേണം, നമുക്ക് 6 മാസത്തോളം നമ്മളൊരു ആവറേജ് സമയം അതാണ് പൊതുവെ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഫസ്റ്റ് CBTക്കും നമുക്ക് പഠിക്കണം, സെക്കൻഡ് CBTക്കും പഠിക്കണം. രണ്ടിനും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 2 മാസത്തെ ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജൂനിയർ എഞ്ചിനീയർ റെയിൽവേ RRB JEE നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ചൊക്കെ അറിയുന്ന ആളാണ് അല്ലെങ്കിൽ കുറച്ച് എക്സാംസുകൾക്ക് പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാവും. ഒന്ന് റിവിഷനൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്താണ്. പക്ഷെ അതെല്ലാം പഠിച്ചു തുടങ്ങുന്നവര് അല്ലെങ്കിൽ ഇനി പഠിക്കണമെന്ന് കരുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് മാറ്റി വെക്കരുത് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാളേക്കോ അല്ലെങ്കിൽ 2024 ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടൊന്നും നിങ്ങൾ മാറ്റി വെക്കരുത്. നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ RRBയുടെ എങ്ങനെയാണ് എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളെ കയ്യിലുള്ള ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ്ങിന് പോകുന്നവരല്ല എങ്കിൽ പോലും നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് റിസോഴ്സുകളൊക്കെ നമ്മുടെ നെറ്റിലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ കോച്ചിങ്ങിന് പോകാൻ ചിലപ്പോൾ നിങ്ങൾ ജനുവരി മുതൽ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങുന്നുള്ളൂ നോക്കും. പക്ഷെ നമ്മൾ ക്ലാസ്സിന് ജനുവരി നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാലോ. നിങ്ങൾക്ക് ഈ ഒരു സമയം തൊട്ട് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉള്ളപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ്, ബിടെക് കഴിഞ്ഞവരാണ്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കുറച്ച് സമയം എടുത്ത് ചെയ്ത് നോക്കാനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. റീസണിങ് ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അത് കുറെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അല്ലാതെ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റാത്തതായി ചാൻസ് ഇല്ല. ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് എടുത്ത് ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് 30 സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ പറ്റണം. അതിലോട്ടുള്ള ഒരു മാറ്റമാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസുകൾക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ
RRB ജൂനിയർ എഞ്ചിനീയറിന്റെ കുറച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ഏജ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ ബ്രാഞ്ചുകാർക്ക് അപ്ലൈ ചെയ്യാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഒരു സിംഗിൾ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ അവസാനമായിട്ട് നമുക്ക് വിളിച്ചത് ലാസ്റ്റ് നമുക്ക് വന്നത് 2019 ഓക്കെ, ലാസ്റ്റ് എക്സാം വന്നത് 2019 നമുക്ക് വന്നത്. 2018 നോട്ടിഫിക്കേഷൻ എന്ന് തോന്നുന്നു, എന്നിട്ട് 2019 അതായത് 18 അവസാനം ഡിസംബർ ജനുവരിയോട് കൊടുത്ത് നോട്ടിഫിക്കേഷൻ വന്ന് 19 എക്സാം റിക്രൂട്ട്മെന്റ് പരിപാടികൾ പെട്ടെന്ന് പരിപാടികൾ നടക്കുന്നതാണ് ജൂനിയർ എഞ്ചിനീയർ. അതുപോലെ എക്സാം കഴിഞ്ഞാലും 2-3 വർഷം ആ ലിസ്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് റാങ്ക് ബാക്കിലോട്ട് ആയാലും നമുക്ക് നല്ല ചാൻസ് ഉണ്ട് നമുക്ക് കിട്ടാനും. ഓക്കെ അല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യൻ റെയിൽവേ ഒരു ഗ്രൂപ്പ് C പോസ്റ്റ് ആണ് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ചോദിച്ചത് ഏതാണ് ഗ്രൂപ്പ് ഡിയിലാണോ ബിയിലാണോ? അപ്പൊ ഗ്രൂപ്പ് C ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു നോൺ ഗസറ്റഡ് പോസ്റ്റ് ആയിരിക്കും. ആക്ച്വലി ഡിപ്ലോമയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ബട്ട് എന്ത് ചെയ്യാം, അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നമ്മളെ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു 21 റിക്രൂട്ട്മെന്റ് ബോർഡുകളാണ്. RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം, ബാംഗ്ലൂർ, ചെന്നൈ, അലഹബാദ്, ഹൈദരാബാദ് ഇങ്ങനെ പറഞ്ഞ് ഏകദേശം 21ഓളമാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളത്. ഇനി ഇത്തവണ വരുമ്പോൾ അറിയാൻ പറ്റും പുതിയ ബോർഡുകൾ വല്ലതും വന്നിട്ടുണ്ടോ. ഏകദേശം അപ്പോൾ അറൌണ്ട് 20 റിക്രൂട്ട്മെന്റ് ബോർഡുകൾ നമുക്ക് ഏതിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതിലും അപ്ലൈ ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ തിരുവനന്തപുരം ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെന്നൈയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പൊതുവെ നമ്മൾ മലയാളികളൊക്കെ സദേൺ റീജിയനിലാണ് കൂടുതൽ പേരും കൊടുക്കാറുള്ളത്. അപ്പോൾ ഹൈദരാബാദ് ഇങ്ങോട്ട് താഴെയുള്ള ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പിന്നെ തിരുവനന്തപുരം പൊതുവെ ഒഴിവുകൾ കുറവായിരിക്കും. പക്ഷെ അതിനനുസരിച്ച് അപ്ലിക്കൻസും കുറവായിരിക്കും. കഴിഞ്ഞ തവണ കട്ട് ഓഫ് ഏറ്റവും കുറവുള്ള ഒരു ഡിവിഷനിൽ ഒന്ന് തിരുവനന്തപുരം ആയിരുന്നു. കാരണം ആളുകൾ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു CBT ഫസ്റ്റ് ഒക്കെ 55 മാർക്കുകൾ, നേരെ കുറച്ച് ചില കൊൽക്കത്ത പോലുള്ള സ്ഥലത്തൊക്കെ 75 മാർക്കായിരുന്നു. കൊൽക്കത്തയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന ഒരു ഡിവിഷൻ. അപ്പോൾ കുറേ പേര് അവിടെ അപ്ലൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പോൾ അന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിയും അതുപോലെ ഒരു ഡിവിഷന്റെ സൈസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ഒക്കെ ഉണ്ടാവും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്. നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ ബിടെക് റിലവന്റ് എഞ്ചിനീയർ സ്ട്രീമിൽ. അപ്പൊ സാധാരണ ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബ്രാഞ്ചും എഴുതിയിട്ടില്ല. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, ഇവർക്കൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതല്ലാത്ത കുറച്ച് ബ്രാഞ്ചുകൾക്കും ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ബ്രാഞ്ച് ഏതാണ് അതിനനുസരിച്ച് നമ്മൾ ഏത് എക്സാമിനേഷൻ സ്ട്രീം, 4 സ്ട്രീമാണ് സാധാരണ എക്സാം ഉണ്ടാവുക. അതായത് CBT 2 4 എക്സാം ഉണ്ടാവാറുള്ളൂ. ഒന്ന് മെക്ക്, ഒന്ന് സിവിൽ, ഒന്ന് ഇലക്ട്രിക്കൽ. കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സിനും ഒരൊറ്റ എക്സാം ആയിരിക്കും. പകുതിയോളം കമ്പ്യൂട്ടർ സയൻസിന്റെ ടോപ്പിക്സും പകുതിയോളം ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്സും. ഇനി നമ്മൾ ഡിപ്ലോമയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ അവർ മെക്കാനിക്കലിന്റെ എക്സാം ആണ് എഴുതേണ്ടത്. ഓട്ടോമൊബൈൽ ആണെങ്കിൽ അവർ മെക്കാനിക്കലിന്റെ എക്സാം ആണ് എഴുതേണ്ടത്. ഇൻസ്ട്രുമെന്റേഷൻ ആണെങ്കിൽ അവർ ഇലക്ട്രോണിക്സിന്റെ എക്സാം. അപ്പോൾ അതുപോലെ നമ്മളെ ട്രേഡ് ഏതാണ്, നമ്മൾ ഡിപ്ലോമ ട്രേഡ് ഏതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന 4 എക്സാം സ്ട്രീമിൽ ഏത് എഴുതണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന്റെ ആവശ്യമുള്ളൂ. കാരണം ചിലപ്പോൾ അവർ മാറ്റാം, ട്രേഡുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർ ചേഞ്ച് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ആണ് ഞാൻ എന്ത് പറഞ്ഞു നമുക്ക് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിൽ ഡിപ്ലോമ ആയതുകൊണ്ട് ബിടെക്കാർക്ക് എഴുതാൻ പറ്റൂല എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ വേറെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്, ഞാനിതാ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു അടുത്ത വർഷം 2024 ജൂണിലാവുമ്പോൾ ഞാൻ പാസ് ഔട്ട് ആവും, എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിൽ അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന ഡേറ്റ് ആയിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കണം. ഓക്കെ, നിങ്ങൾ റിസൾട്ട് വന്ന് നിങ്ങൾ പാസ് ആയിട്ടുണ്ടാക്കണം. അതായത് നിങ്ങൾക്ക് അവസാനം പാസ് ചെയ്ത ശേഷം കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ ആ പറയുന്ന ഡേറ്റ് ആയിരിക്കണം. ഓക്കെ, അതിന് മുമ്പുള്ള ഡേറ്റ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഫൈനൽ ഇയർ ആയിട്ടുള്ളവർക്കും പഠിക്കാം. കാരണം ചിലപ്പോൾ RRB അഥവാ അടുത്ത ജൂണിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ അവർക്കും എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവർ എലിജിബിൾ അല്ല. ഓക്കെ ആണല്ലോ. ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 18 ആണ്. അത് നോക്കണ്ട, നമുക്കൊക്കെ 18 ആയിരിക്കുമല്ലോ. മാക്സിമം വരുന്നത് 33 ഇയേഴ്സ് ആണ്. 33 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ജനറൽ കാറ്റഗറിക്ക് 33 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയർ എഴുതാൻ പറ്റും. എനിക്കൊന്നും വലിയൊരു പ്രശ്നമില്ല. അതായത് കഴിഞ്ഞ തവണ എഴുതിയവരാണെങ്കിൽ പോലും, അതുപോലെ തന്നെ നമുക്ക് അറ്റംപ്റ്റ് തന്നെ നമ്പർ എത്രയും നമ്പറും അറ്റംപ്റ്റ് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ തവണ എഴുതിയവരാണെങ്കിൽ പോലും കൂടുതൽ ആളുകളും ഒരു 33 താഴെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഒരു 23-24 വയസ്സിലൊക്കെ പാസ് ഔട്ട് ആയവരൊക്കെ ആണെങ്കിലും അവർക്ക് വരെ എന്ത് ചെയ്യാം, 2-3 RRB വരെ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഏജ് കൊടുത്തിട്ടുള്ളത്. 33 ആണ്. അതിൽ
റിലാക്സേഷൻ ഉണ്ട് ആസ് നോർമൽ ആയിട്ടുള്ള നമ്മളെ സാധാരണ ഗവൺമെന്റ് എക്സാംസുകൾക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 years, OBC ആണെങ്കിൽ 3 years, അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അവർക്കൊക്കെ വരുന്നുണ്ട് 10 years. അങ്ങനെ ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ, ക്ലിയർ. അതുപോലെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് RRB-JEE റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നാണ്. SSC-JEE പോലെയാണോ അല്ലെങ്കിൽ കേരള PSC പോലെയാണോ? ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ജൂനിയർ എഞ്ചിനീയറിന്റെ. അപ്പൊ നമുക്ക് ഈ ജൂനിയർ എഞ്ചിനീയറിൽ നമുക്കൊരു പ്രോസസ് ആയിട്ട് വരുന്നത് ഈ ഒരു 4 സ്റ്റെപ്പാണ് വരുന്നതിൽ. ഈ അവസാനത്തെ 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നോക്കണ്ട നിങ്ങൾ. അതായത് ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ PSC ഒക്കെ ഉള്ള പോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ചെറിയൊരു സ്ട്രിക്റ്റ് ആണ് റെയിൽവേയിൽ. അതായത് നമ്മൾ ഈ കണ്ണിന്റെ കേസൊക്കെ കുറെ പോസ്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് വിഷൻ ആയിരിക്കണം. അപ്പോൾ അതുപോലെ 2-3 A2 A1 B2 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്ലാസ് അത് നോട്ടിഫിക്കേഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് കൊടുക്കുമ്പോൾ അതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അതും കൂടെ നമ്മുടെ കണ്ണും അതുപോലെ നമ്മളെ ബാക്കിയുള്ള ഹെൽത്ത് സ്റ്റാൻഡേർഡുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. അതാണ് മെഡിക്കൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൽവേ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ആ ഒരു കാര്യത്തിൽ മെഡിക്കൽ ടെസ്റ്റിൽ. അപ്പോൾ നമുക്ക് 2 CBT-1 CBT-2 എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എക്സാമിന്റെ കാര്യം പറയുമ്പോൾ 2 ടെസ്റ്റുകളാണ് നമുക്ക് വരുന്നത് അല്ലെ, CBT-1 അതുപോലെ തന്നെ CBT-2. ഇവിടെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ CBT-1 നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് CBT-2 എഴുതാൻ പറ്റൂ. അതായത് എല്ലാവർക്കും 2 എഴുതാൻ പറ്റുക. അതിൽ നിന്ന് ടോട്ടൽ മാർക്ക് എടുത്തിട്ടല്ല. CBT-1 ഏകദേശം അവര് ടോട്ടൽ CBT-2 എഴുതേണ്ട ആളുകൾ അല്ലെങ്കിൽ ടോട്ടൽ പോസ്റ്റിന്റെ ഒരു *3 എന്നുള്ള. ഇപ്പോൾ ഒരു ഡിവിഷനിൽ ഏതെങ്കിലും ഒരു ഇതിന് പോസ്റ്റിന് 50 ഒഴിവാണെങ്കിൽ ഒരു 150 ആളുകളെയാണ് അവർ CBT-2 എഴുതാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ഏകദേശം കണക്കാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CBT-1 കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് മാർക്കല്ല. അപ്പോൾ ഞങ്ങൾ 75 മുതൽ 55 മുതൽ 75 മാർക്ക് വരെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ പല ഡിവിഷനിലായിട്ട്. ഒരു ആവറേജ് 65 ആണ് കുറേ സ്ഥലങ്ങളിൽ അതിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രം പോലുള്ള ബോർഡ് ഡിവിഷനിൽ 55 വരെ CBT-1 കട്ട് ഓഫ്. CBT-2 കൊൽക്കത്തയ്ക്കാണെങ്കിൽ 74 സംതിങ് ആയിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഈ CBT-1 എല്ലാ ഇതിലും തന്നെ ആയിരിക്കും, എല്ലാ ബ്രാഞ്ചുകാർക്കും സെയിം ആയിരിക്കും. നിങ്ങൾ സിവിൽ ആയിക്കോട്ടെ മെക്കാനിക്കൽ ആയിക്കോട്ടെ എല്ലാവർക്കും സെയിം ആയിരിക്കും. ഇനി അതിന്റെ ഒരു സിലബസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങണം അല്ലെ. നമ്മൾ CBT-2 അല്ലെങ്കിൽ 1 മാത്രം. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുന്നത് നമ്മൾ പാരലൽ ആയിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഈ CBT-1 മാത്രം അത് ആദ്യം പഠിച്ചിട്ട് CBT-2 പഠിക്കാന്ന് കരുതിയാൽ അഥവാ അതിന്റെ ഇടയ്ക്ക് കേരള PSC പോലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ എക്സാം വന്നാൽ നമ്മൾ കൊടുക്കും. ഇനി CBT-2 ആദ്യം പഠിച്ചിട്ട് 1 പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ 2 പഠിച്ച് തീരുന്നതിന് മുമ്പ് റെയിൽവേ വന്നാൽ നമുക്ക് ആകെ എന്താവും, ടെൻഷനും കാര്യങ്ങളാവും. CBT ഒന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു ദിവസം 5 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ CBT-1 മാറ്റി വെക്കുക, ഒരു 3 മണിക്കൂർ CBT-2 മാറ്റി വെക്കുക. CBT-1 നിങ്ങൾ സിൻസിയർ ആയിട്ട് ആ ടൈം നല്ല അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ ഒരു എഞ്ചിനീയർ സംബന്ധിച്ച് CBT-1 എന്ന് പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നൊക്കെ പറയുന്നത് 10th ലെവലാണ്. അതിലെ പകുതി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ജനറൽ നോളജ് വഴി അറിയുന്നതായിരിക്കും. പിന്നെ കുറച്ച് ന്യൂമറിക്കലൊക്കെയാണ് വരിക. പിന്നെ അതിന്റെ കൂടെ വരുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്. GK ആണ് അവിടെ ഒരു പ്രശ്നമുള്ളത്. GK നിങ്ങൾക്കറിയാം നമ്മൾ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് 1-2 മാസം കൊണ്ട് പഠിച്ചെടുക്കേണ്ടതല്ല. അത് നമ്മൾ മാക്സിമം നമ്മൾ വായിച്ച് നോക്കുക, ക്വസ്റ്റൻസുകൾ ചെയ്യുക, കിട്ടിയാൽ കിട്ടി. പക്ഷെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പറയുന്ന സബ്ജക്റ്റുകൾ നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കറക്റ്റ് വെൽ പ്ലാൻഡ് ആയി കറക്റ്റ് ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ട് പഠിക്കുകയാണെങ്കിൽ. അപ്പൊ നിങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യും? ഇപ്പോൾ ടെക്നിക്കൽ ഓൾറെഡി കുറച്ച് പഠിച്ചവരാണെങ്കിൽ ഇപ്പോൾ PSC എക്സാംസ് ഒക്കെ ഈ 2023 ഒരുപാടുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ടെക്നിക്കൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ഞാൻ ഏകദേശം സെറ്റാണ് എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, CBT-1 കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് കൊടുത്തോ. ഒരു 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 4 മണിക്കൂർ 1 പഠിച്ചോ. 2 നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെക്നിക്കൽ ടോപ്പിക്സുകൾ കുറച്ചൊന്നും ഇങ്ങനെ റിവിഷൻ ഒക്കെ ചെയ്തിട്ടൊന്ന് ചെയ്ത് നിർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ CBT-1 ഒരു സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് വരുന്നത്. ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, GK, ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 10th ലെവൽ CBSE. അതിനെ ചോദിക്കൂ. കഴിഞ്ഞ തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം പാറ്റേൺ വന്നപ്പോൾ ഒരുപാട് പേര് പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു +1 +2 ലെവലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആവശ്യം ഉണ്ടായില്ല. പക്ക 8, 9, 10 10th ലെവലാണ് പറഞ്ഞിട്ടുള്ളത്. 8th, 9th, 10th സയൻസ് പാഠക പുസ്തകം നിങ്ങൾ CBSEയുടെ ബുക്ക് NCERTയുടെ ബുക്ക് എടുത്ത് വായിച്ചാൽ മതി. അതിലുള്ളതേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ സയൻസ് ടോട്ടൽ വരുന്നത് 100 ക്വസ്റ്റ്യന് 100 മാർക്ക് 1.5 മണിക്കൂറാണ്, 90 മിനിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഞാൻ പറഞ്ഞ 65-70 ഒക്കെയാണ് കഴിഞ്ഞാണ്. അപ്പൊ ഇത്തവണ വീണ്ടും കട്ട് ഓഫ് ഇപ്പൊ എല്ലാ എക്സാമിനും കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മിനിമം ഒരു 85 to 90 എങ്കിലും, 100ൽ 85 to 90 എങ്കിലും. ഓക്കെ, അപ്പൊ GK 15 മാർക്കിൽ ഒരു 5 ഒക്കെ സ്കോർ ചെയ്ത് ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് ഫുള്ള് സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ
ഓക്കെ, ജി കെ ആണെങ്കിൽ ഒരു നിങ്ങൾ 15 ജി കെ നിങ്ങൾ അത്ര വീക്ക് ആണെങ്കിൽ ഒരു 15 5 സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 90% സ്കോർ ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങളൊരു 85 to 90 എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ലക്ഷ്യം വെക്കേണ്ടി വരും നമുക്ക് സെക്കൻഡ് CBT എഴുതണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. 30 മാർക്കാണ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്, 25 മാർക്കാണ് റീസണിങ് വരുന്നത്, 15 മാർക്കാണ് ജി കെ വരുന്നത്, 30 മാർക്കാണ് ജനറൽ സയൻസ്. ആ ജനറൽ സയൻസ് ഒക്കെ നിങ്ങൾക്ക് 30 നേടാടോ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്ക്, ജസ്റ്റ് നിങ്ങൾ ആ 10th ബുക്സുകളൊന്ന് വായിച്ചു പോയാൽ നിങ്ങൾക്ക് 30 എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി CBT 2 വരുമ്പോൾ ഞാൻ പറഞ്ഞത് 90 മിനിറ്റ് 100 ഇവിടെ വരുന്ന എന്താണ് 2 മണിക്കൂറാണ്, പക്ഷെ 150 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ 100 ക്വസ്റ്റ്യൻ 90 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ 30 മിനിറ്റും കൂടെ കൂട്ടി, പക്ഷെ 50 ക്വസ്റ്റ്യൻ കൂട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമ്മളത് ടെക്നിക്കൽ എബിലിറ്റീസ്. നിങ്ങൾ സിവിൽ ആണെങ്കിൽ സിവിലിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, മെക്ക് ആണെങ്കിൽ മെക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇലക്ട്രിക്കൽ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഏതാണോ ട്രേഡ് അതായിരിക്കും. പിന്നൊക്കെ നമ്മൾ പഠിച്ച എൻവയോൺമെന്റലിന്റെ കുറച്ച് വളരെ ഞാൻ പറഞ്ഞ 10th ലെവൽ ബേസിക്സുകളേ ഉള്ളൂ, കമ്പ്യൂട്ടറിന്റെ ഒരു 10th ലെവൽ ബേസിക്കുകളേ ഉള്ളൂ, ഫിസിക്സ് കെമിസ്ട്രിയും ജി കെയും ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ കട്ട് ഓഫും തന്നെ ഒരു 80 അറൗണ്ട് ആണ്. കഴിഞ്ഞ തവണ പല ഇതിലും വന്നിട്ടുള്ളത് 80 90 150 80 90 100 അടുത്തും വന്നതൊക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കട്ട് ഓഫിന്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ജി കെ 15 ആണ് വരുന്നത്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 വരുന്നുണ്ട്, ബേസിക് കമ്പ്യൂട്ടർ 10 വരുന്നുണ്ട്, ബേസിക് എൻവയോൺമെന്റ് ഈ 10 ഈ രണ്ടും ബേസിക് എൻവയോൺമെന്റിലും ബേസിക് കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞ നമ്മളത്തെ ക്വസ്റ്റൻ തന്നെ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു ദിവസം അതിന്റെ കംപ്ലീറ്റ് പോയിന്റുകൾ ഒരു നോട്ട് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 1-2 തവണ റിവൈസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ കമ്പ്യൂട്ടറിന്റെ റാം എന്താ, റോം എന്താ, ഹാർഡ്വെയർ ഇങ്ങനത്തെ രീതിയിലുള്ള ഏതാണ് ലാംഗ്വേജ് ഈ രീതിയിലുള്ള ക്വസ്റ്റൻസുകളാണ് നമുക്ക് അതിൽ ചോദിച്ചിട്ടുള്ളത്. എൻവയോൺമെന്റിൽ നമുക്ക് നമ്മുടെ ഓസോണിന്റെ ഡിപ്ലീഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അവിടെ 100 വരുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞു 150 മാർക്കാണ് വരിക, 120 ടൈം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി വേക്കൻസിനെ കുറിച്ച് ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും റെയിൽവേ ഇപ്പോൾ 2019 അതിന് മുമ്പ് 2016 നമുക്ക് 15,000 അടുത്ത് വന്നിട്ടുണ്ട്, 19 നമുക്ക് 14,000 അടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും എബോവ് 10,000 100% ഉറപ്പാണ്. എന്തായാലും നമ്മൾ അറൗണ്ട് 14,000 15,000 അടുത്ത് തന്നെയാണ് നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. ഓരോ ബ്രാഞ്ചിലും ഇപ്പോൾ കോർ ബ്രാഞ്ചുകൾ എടുക്കുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ചിലും അറൗണ്ട് 4,000 എന്നുള്ള രീതിയിൽ, അറൗണ്ട് സിവിൽ ആണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വരിക, ബാക്കിയുള്ള മെക്കാനിക്കൽ ഇലക്ട്രിക്കുകളിലൊക്കെ അറൗണ്ട് ഒക്കെ ആ ഒരു ഇതിൽ ഇപ്പോൾ സിവിൽ ഒരു 5,000 ആണെങ്കിൽ ബാക്കിയൊക്കെ ഒരു 4,000 എന്നുള്ള രീതിയിൽ ഒരു ടോട്ടൽ ഒരു അറൗണ്ട് 15,000 അല്ലെങ്കിൽ 14,000 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തവണ. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ പോലും നമ്മൾ SSC JEE ഓൾ ഇന്ത്യ ലെവലിൽ എന്ന് പറഞ്ഞാൽ 2,000-3,000 ആണ്. അപ്പോൾ അതിന്റെ എത്ര എത്തി ഇപ്പോൾ PSC സബ് എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ 150 ഒക്കെ ഒഴിവാണ്. അപ്പോൾ നമ്മൾ ഈ 100നെ 27 സ്റ്റേറ്റ് കൊണ്ട് ഇതാക്കിയാൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഏത് വരുന്നുണ്ട്, RRB വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്നും നമ്മൾ ഇരുന്ന് നമുക്ക് നേടണം, എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഡ്രൈവ്, ഇത്രയും ഒഴിവുകളോട് കൂടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ സെക്ടറിലുള്ള ഒരു ഗവൺമെന്റ് എക്സാം വേറെ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സീരിയസ്നെസ്, ആ ഒരു കാര്യം എവിടെയെങ്കിലും വീട്ടിൽ ചുമരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു. ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ലാർജസ്റ്റ് ടെക്നിക്കൽ ഗവൺമെന്റ് എക്സാം ഡ്രൈവാണ് RRB JEE എന്നുള്ളത്. എല്ലാ ദിവസവും കിടക്കാൻ പോകുമ്പോൾ എണീക്കുമ്പോൾ ഇതിങ്ങനെ കാണണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് ഒന്നിങ്ങനെ കിടക്കാൻ പോകുമ്പോൾ അതിങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഇരുന്ന് പഠിക്കണം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഓക്കെ, ഇനി ഇപ്പോൾ വേക്കൻസി ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ തവണ 2019 12,000 ജൂനിയർ എഞ്ചിനീയർ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 13,000 ടോട്ടൽ ഞാൻ പറഞ്ഞില്ല, ടോട്ടൽ 14,000 അടുത്താണ് നമുക്ക് വേക്കൻസി കഴിഞ്ഞ തവണ ജൂനിയർ എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുള്ളത്. കട്ട് ഓഫ് ഞാൻ പറഞ്ഞു CBT 1-ൻ്റെതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. CBT 2 വേറെ തന്നെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ 60 to 70 ഇതൊരു ആവറേജ് മാർക്ക് ഇട്ടതാണ്. ഞാൻ നമ്മളെ ട്രിവാൻഡ്രം ഡിവിഷനിലൊക്കെ 55 മാർക്കോളായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ കൊൽക്കത്തയൊക്കെ എടുത്ത് അല്ലെങ്കിൽ അലഹാബാദ് പോലെ സ്ഥലത്തൊക്കെ 72 74 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലും 65 66 68 ആ ഒരു രീതിയിൽ 63 എന്നുള്ള രീതിയിലാണ് നമുക്ക് കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി സാലറിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമുക്ക് ബേസിക് പേ തന്നെ 36,000 സംതിങ്. ഇത് അന്നത്തെ ആ റേഞ്ചാണ്, അന്നത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ജൂനിയർ എഞ്ചിനീയർക്ക് RRBയിൽ ഫ്രഷ് ആയിട്ട് കയറുന്ന ഒരു ജൂനിയർ എഞ്ചിനീയർക്ക് അറൗണ്ട് 60,000 60,000 വരെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരു എഞ്ചിനീയർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്റ്റാർട്ടിങ്ങിൽ IT ഫീൽഡ് പോട്ടെ അതിനനുസരിച്ചുള്ള പണിയുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ഇത്രയും നമ്മുടെ കോറായിട്ടുള്ള, ഇപ്പോൾ സിവിലാണെങ്കിൽ സിവിലിന്റെ കോർ, മെക്കാണെങ്കിൽ മെക്കിന്റെ കോർ, അതും നമുക്കറിയാം ലോകത്തിലെ തന്നെ നല്ലൊരു റിസർച്ച് വിങ്ങും കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. വെറും ഒരു ജോലി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ നോളേജും ഒരുപാട് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് അവർ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ BTech കഴിഞ്ഞവരാണെങ്കിൽ പഠിച്ചാൽ മതി. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു സാലറിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇത് കിട്ടുക. അതിൽ തന്നെ നമുക്ക് പ്രൊമോഷനായിട്ട് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ, അത് കഴിഞ്ഞിട്ട് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, ഡിവിഷൻ എഞ്ചിനീയർ, അതുപോലെ ചീഫ് എഞ്ചിനീയർ പോലെ പ്രൊമോഷനുകൾ നമുക്ക് എന്ത് ചെയ്യും, ആ സമയം നമുക്ക് എന്ത് ചെയ്യും റെയിൽവേയിൽ
അത്രയും കാരണം അത്രയും വലിയൊരു ഇപ്പോൾ ചെറിയൊരു നമ്മുടെ നാട്ടിൻ പുറത്തൊരു കമ്പനി പോലെയല്ല, ലോകത്തിൽ തന്നെ എനിക്കൊന്നും ഒന്നാമത് രണ്ടാമത് 1005 ഉള്ളിൽ ഏറ്റവും കൂടുതൽ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ നമുക്ക് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സെക്ടറുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് ആണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഞാനൊരു RRBJയുടെ ഒരു ഷോർട്ടിൽ RRBJയുടെ കുറച്ച് ഡീറ്റെയിൽസുകൾ എക്സാം പാറ്റേൺ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും സിലബസ് ആയിക്കോട്ടെ, പാറ്റേൺ ആയിക്കോട്ടെ, കട്ട് ഓഫ് ആയിക്കോട്ടെ, വേക്കൻസി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോകളായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾ പഠിച്ച് തുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് വൈകിക്കരുത്, എല്ലാവരും ഇന്ന് തൊട്ടിട്ട് തന്നെ, നമ്മൾ നാളേക്കോ അല്ലെങ്കിൽ അടുത്ത മാസത്തിലോട്ടോ മാറ്റി വെക്കരുത്, സമയം ഉണ്ടാവില്ല. RRBJ വന്ന പെട്ടെന്ന് എക്സാം നടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പുമായിട്ട് നമ്മളെ പുതിയ ബാച്ചുകൾ, RRBയുടെ ഒക്കെ പുതിയ ബാച്ചുകൾ സൈലം ടെക്നിക്കൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് ഫ്രീ കണ്ടന്റുകളുമായിട്ടും സൈലത്തിന്റെ RRB ബാച്ചുകൾ ഉണ്ടാവും, യൂട്യൂബ് വഴി, മാപ്പ് വഴി ഒക്കെ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ കൂടുതൽ ഓരോന്നായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അതുവരേക്കും ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.